സമാധാന പരിപാലനത്തിന് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു പിന്തുണക്കാരനാണ്. സമാധാന പാലകർക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നതുൾപ്പെടെ വിവിധ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത സമാധാന പാലന ഉദ്യോഗസ്ഥനായ ജീൻ പിയറി ലാക്രോയിക്സ് ഇന്ത്യയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണിത്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച നടന്ന പത്രസമ്മേളനത്തിലാണ് ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയത്. ഫെബ്രുവരി 24-25 തീയതികളിൽ ഇന്ത്യ സംഘടിപ്പിച്ച വനിതാ സമാധാന സേനാംഗങ്ങൾക്കായുള്ള ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ന്യൂഡൽഹി സന്ദർശിച്ചിരുന്നു. അതെ, എനിക്ക് ന്യൂഡൽഹിയിലേക്കും ആ സമ്മേളനത്തിലേക്കും പോകാൻ ശരിക്കും ആഗ്രഹമുണ്ടായിരുന്നു. സമ്മേളനത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള തന്റെ വിലയിരുത്തലിനെക്കുറിച്ചും PTIയുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, മാത്രമല്ല ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക പോലീസ് സംഭാവന നൽകുന്ന രാജ്യമാണ്. ഇന്ത്യയിൽ നിന്നുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പ്രധാന സംഭാവനകൾക്കപ്പുറം വിവിധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പിന്തുണക്കാരനാണ്. സമാധാന പാലകർക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള നേതൃത്വത്തിന് മറ്റ് നിരവധി ഉദാഹരണങ്ങളുണ്ട്. സമാധാന പാലനത്തിലെ സ്ത്രീകൾ ഒരു ആഗോള ദക്ഷിണ വീക്ഷണം എന്ന പ്രമേയവുമായി ഡൽഹിയിൽ നടന്ന സമ്മേളനം വിദേശകാര്യ മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. സമാധാന പരിപാലനത്തിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും സമാധാനവും സുരക്ഷയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്ത്രീകൾ വഹിക്കുന്ന നിർണായക പങ്കിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി ഗ്ലോബൽ സൗത്തിൽ നിന്നുള്ള 35 സൈനിക സംഭാവന നൽകുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ സമാധാന സേനാംഗങ്ങളെ ഇത് ഒരുമിപ്പിച്ച് കൊണ്ടുവന്നു. സമാധാന പരിപാലനത്തിലെ സ്ത്രീകളുടെ പ്രശ്നത്തിന് 2 മാനങ്ങളുണ്ടെന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സമാധാന പാലനത്തിൽ കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്നു. ഇത് കൂടുതൽ ഫലപ്രദമായ സമാധാന പാലനം ഉറപ്പാക്കുന്നു. കൂടാതെ രാഷ്ട്രീയ പ്രക്രിയകളിൽ സ്ത്രീകളുടെ പങ്ക്, അവരുടെ ശാക്തീകരണം ഈ സമാധാന നിർമ്മാണ, സമാധാന പാലന ശ്രമങ്ങളുടെയെല്ലാം ഭാഗമാണെന്ന് ഉറപ്പാക്കാൻ എന്നിവയിൽ സമാധാന പാലനത്തിലൂടെ സ്ത്രീകളുടെ കൂടുതൽ ശാക്തീകരണവും ഉറപ്പാക്കുന്നു. ഇതിൽ പ്രത്യയശാസ്ത്രപരമായി ഒന്നുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ UN സമാധാന സേനാ മേധാവി, സ്ത്രീകൾ ഈ എല്ലാ ശ്രമങ്ങളിലും പൂർണ്ണമായി പങ്കാളികളാവുകയും പങ്കെടുക്കുകയും ചെയ്യണമെന്നത് വെറും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് സമാധാന സേനയിൽ കൂടുതൽ സ്ത്രീകളെ ഉൾപ്പെടുത്താനുള്ള ഞങ്ങളുടെ ശ്രമം ഞങ്ങൾ തുടരുന്നത് എന്ന് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ ആക്ടിംഗ് മിലിറ്ററി ഉപദേഷ്ടാവ് മേജർ ജനറൽ ചെറിൽ പിയേഴ്സിനൊപ്പം നടന്ന ബ്രീഫിംഗിൽ ലോക സംഘടന വനിതാ സമാധാന സേനാംഗങ്ങളുടെ എണ്ണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ശ്രീ ലാക്രോയിക്സ് അഭിപ്രായപ്പെടുന്നു. അംഗരാജ്യങ്ങളുടെ വിഭവങ്ങൾ അത്ര ഉയർന്നതല്ലാത്തതിനാൽ രൂപീകരിച്ച സൈനിക യൂണിറ്റുകളുടെ കാര്യത്തിൽ UN സമാധാന സേനയ്ക്ക് ഇപ്പോഴും വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുതിർന്ന വനിതാ ജനറലിന്റെ കാര്യത്തിലും ഭാഗ്യവശാൽ അതിന് നമുക്ക് ഒരു മികച്ച ഉദാഹരണമുണ്ട്. പിയേഴ്സിനെ പരാമർശിച്ച അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഫോഴ്സ് കമാൻഡർ, ഡെപ്യൂട്ടി ഫോഴ്സ് കമാൻഡർ സ്ഥാനങ്ങളിലേക്ക് കൂടുതൽ മുതിർന്ന വനിതാ ജനറൽമാർ അപേക്ഷിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് പുരോഗമിക്കുന്ന ഒരു ജോലിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UN സമാധാന സേനയ്ക്ക് യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥരെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നിലവിൽ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ലെബനൻ, സൊമാലിയ, ദക്ഷിണ സുഡാൻ, പടിഞ്ഞാറൻ സഹാറ എന്നിവിടങ്ങളിലെ UN സമാധാന പ്രവർത്തനങ്ങൾക്കായി 5300-ലധികം സൈനിക പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്ത്യ വിന്യസിക്കുന്നു. 2007-ൽ ലൈബീരിയയിൽ ആദ്യമായി സ്ത്രീകൾ മാത്രമുള്ള ഒരു പോലീസ് യൂണിറ്റിനെ വിന്യസിച്ച രാജ്യം ഇന്ത്യയാണ്. 2023 ജനുവരിയിൽ അബേയിലെ UN മിഷനിലേക്ക് ഇന്ത്യ തങ്ങളുടെ ബറ്റാലിയന്റെ ഭാഗമായി ഒരു വനിതാ സമാധാന സേനാംഗങ്ങളെ വിന്യസിച്ചു. സമീപ വർഷങ്ങളിൽ വനിതാ സമാധാന സേനാംഗങ്ങളുടെ ഏറ്റവും വലിയ വിന്യാസമാണ്. 2022 ഡിസംബറിൽ UN സുരക്ഷാ കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇന്ത്യ സമാധാന സേനാംഗങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആരംഭിച്ചു. സമാധാന സേനാംഗങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തുന്നതിനും കുറ്റവാളികളെ ഉത്തരവാദിത്തപ്പെടുത്തുന്നതിലെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ ഡേറ്റാബേസ് ആരംഭിക്കുന്നതിനും ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.